കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പോലീസും ഇന്റലിജൻസ് വിഭാഗവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ തന്നെ SFI വീണ്ടും അറിയിച്ചിരിക്കുന്നത് ഗവർണറെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കില്ല എന്നാണ്. അല്പനിമിഷം മുമ്പ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് ഗവർണർ മറുപടി പറഞ്ഞത് സുരക്ഷ താൻ കാര്യമാക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഗസ്റ്റ് ഹൗസിൽ തങ്ങും 3 ദിവസം ആ ക്യാമ്പസിലുണ്ടാകും. ബാക്കി എന്താണ് എന്നുള്ളത് അത് നോക്കേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ സുരക്ഷാ ചുമതലയുള്ളവർക്കാണ്, തനിക്കല്ല. തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് ബോധേഡാകുന്നില്ല എന്ന് വ്യക്തമായി തന്നെ ഗവർണർ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആണൊരുത്തൻ നട്ടെല്ലുയർത്തി നിന്നാൽ എന്തു സംഭവിക്കുമെന്നുള്ള വരും മണിക്കൂറിൽ കാണാൻ കഴിയും. ഏതായാലും SFI കണക്ക് കേരളത്തിലെ ശക്തമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് 77-കാരനായ ഒരു ഗവർണർ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രവുമല്ല, സാധാരണഗതി ഗവർണർ വന്നാൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തങ്ങാറുള്ള ഗവർണർ ഇത്തവണ ക്യാമ്പസിൻ്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെ തങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നു. 1-2 ദിവസമല്ല 3 ദിവസം അവിടെ തങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും SFI അവരുടെ പ്രതിഷേധം പോസ്റ്ററിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കരിയും കൊടിയും ഒപ്പം തന്നെ കറുത്ത ബാനറും ഉയർത്തിയിരിക്കുന്നു. ആ വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വൈകുന്നേരം ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തും. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.